2026 നിയമസഭാ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയപരമായി ഒരുപാട് പ്രത്യേകതകൾ ഉള്ളതാണ്. മുമ്പെങ്ങുമില്ലാത്ത വിധം സമൂഹ മാധ്യമങ്ങളിൽ ശക്തി ആർജിച്ച ഒരു കാലഘട്ടത്തിലാണ് ഈ തെരഞ്ഞെടുപ്പ് എന്നത് മറ്റൊരു പ്രത്യേകതയാണ്. തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം വന്നതിന് പിന്നാലെ സമൂഹ മാധ്യമങ്ങളിൽ കർശന നിയന്ത്രണങ്ങളാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഏർപ്പെടുത്തിയിരിക്കുന്നത്. കേരള സൈബർ പോലീസിന്റെ സഹായത്തോടെ വ്യാജ വാർത്തകൾ ചമക്കുന്നവർക്കും വിദ്വേഷം പടർത്തുന്നവർക്കും AI ദുരുപയോഗം ചെയ്യുന്നവർക്കുമെതിരെ ശക്തമായ നടപടികൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സ്വീകരിക്കും. എന്നാൽ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതിനു ശേഷം സൈബർ ഇടങ്ങളിലും മാധ്യമങ്ങളിലും ഉണ്ടായ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഇടപെടൽ കേവലം സുരക്ഷ മുൻനിർത്തിയുള്ളത് മാത്രമാണു. പ്രതിപക്ഷ നേതാവ് VD സതീശൻ സ്വകാര്യ ചാനലിൽ നൽകിയ അഭിമുഖത്തിലെ പ്രസക്ത ഭാഗങ്ങൾ കേരള പോലീസിന്റെ നിർദ്ദേശപ്രകാരം മെറ്റ നീക്കം ചെയ്തത് വലിയ വിവാദങ്ങൾക്ക് വഴിവെച്ചിരുന്നു. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിർദ്ദേശപ്രകാരമാണ് പോലീസ് IT ആക്ട് 2000 സെക്ഷൻ 29 പ്രകാരം ഫേസ്ബുക്കിന് നോട്ടീസ് അയച്ചത്. നടപടിയിൽ സർക്കാരിനും കേരള പോലീസിനുമെതിരെ സതീശൻ രൂക്ഷ വിമർശനമാണ് ഉന്നയിച്ചത്. ചൊവ്വാഴ്ച ചിത്രീകരിച്ച അഭിമുഖം ന്യൂസ് ചാനലിൽ തത്സമയം സംപ്രേഷണം ചെയ്യുകയും സമൂഹ മാധ്യമ പേജുകളിൽ പ്രസിദ്ധീകരിക്കുകയും ചെയ്തിരുന്നു. തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് സർക്കാരിനെതിരായ വിമർശനങ്ങളും UDF വാഗ്ദാനങ്ങളും ഉൾപാർട്ടി ചർച്ചകളുമെല്ലാം അഭിമുഖത്തിൽ സതീശൻ പരാമർശിച്ചിരുന്നു. 1 മണിക്കൂർ നീണ്ട അഭിമുഖത്തിന്റെ പ്രസക്ത ഭാഗങ്ങൾ ഉൾപ്പെട്ട റീലിന്റെ ലിങ്ക് ഫേസ്ബുക്കിൽ ഉണ്ടായിരുന്നെങ്കിലും ഇന്ത്യയിൽ വീഡിയോ കാണാൻ സാധിക്കാത്ത അവസ്ഥയായിരുന്നു. അഭിമുഖത്തിന്റെ ഒരു ഭാഗം കേരള പോലീസിന്റെ നിർദ്ദേശപ്രകാരം ഫേസ്ബുക്ക് നീക്കം ചെയ്തത് അബദ്ധത്തിൽ സംഭവിച്ചതാണെന്നാണ് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ രത്തൻ U ഖേൽക്കർ പറഞ്ഞത്. വീഡിയോ പുനഃസ്ഥാപിക്കാൻ മെറ്റയോട് ആവശ്യപ്പെട്ടെന്നും അദ്ദേഹം വ്യക്തമാക്കുകയുണ്ടായി. എന്നാൽ തെരഞ്ഞെടുപ്പ് കമ്മീഷന് സംഭവിച്ച ആദ്യത്തെ അബദ്ധമല്ല ഇത്. BJP സീൽ വിവാദത്തിൽ തെറ്റുപറ്റിയെന്ന് സമ്മതിച്ച തെരഞ്ഞെടുപ്പ് കമ്മീഷനെ മറന്നു കാണില്ലല്ലോ. 2019 മാർച്ച് 19 തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വിവിധ രാഷ്ട്രീയ പാർട്ടികൾക്ക് അയച്ച കത്തിനൊപ്പമുള്ള സത്യവാങ്മൂലത്തിലാണ് BJP കേരള ഘടകത്തിന്റെ സീൽ പതിപ്പിച്ചിരുന്നത്. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ സീലിന് പകരം BJPയുടേത് വന്നത് വെറുമൊരു യാദൃച്ഛികതയായി തള്ളിക്കളയാനാവില്ലെന്ന് പ്രതിപക്ഷ പാർട്ടികൾ പറഞ്ഞിരുന്നു. ആദ്യം പിഴവ് തള്ളിയ കമ്മീഷൻ പിന്നീട് തെറ്റുപറ്റിയെന്ന് സമ്മതിക്കുകയായിരുന്നു. എന്നാൽ ഇതിന് പിന്നാലെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കത്തിൽ BJPയുടെ സീൽ വന്നത് സംബന്ധിച്ച് സമൂഹ മാധ്യമങ്ങളിൽ പോസ്റ്റിട്ടവർക്കെല്ലാം ഉടൻ നീക്കം ചെയ്യണമെന്നാവശ്യപ്പെട്ട് കേരള പോലീസിന്റെ നോട്ടീസ് വന്നു. പോസ്റ്റ് തെരഞ്ഞെടുപ്പ് കമ്മീഷനെ അപകീർത്തിപ്പെടുത്തുന്നതാണെന്നും സാമുദായിക ഐക്യത്തിന് ഭീഷണിയാണെന്നുമാണ് നോട്ടീസിൽ പറയുന്നത്. ഇപ്പോഴത്തെ നിയമസഭാ തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് സംപ്രേഷണം ചെയ്യാനിരുന്ന CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വത്തിന്റെ പ്രസംഗത്തിലെ കേന്ദ്രവിരുദ്ധ പരാമർശം തിരുവനന്തപുരം ദൂരദർശൻ കേന്ദ്രം വെട്ടിയിരിക്കുന്നു. ഇതോടെ പ്രസംഗത്തിന്റെ റെക്കോർഡിംഗ് അദ്ദേഹം ബഹിഷ്കരിച്ചിട്ടുണ്ട്. ആകാശവാണിയെയും ദൂരദർശനെയും BJP സർക്കാർ ഹിസ് മാസ്റ്റേഴ്സ് വോയിസ് ആക്കി മാറ്റിയെന്നാണ് ബിനോയ് വിശ്വം പറഞ്ഞത്. മോദിയെ വിമർശിക്കുന്ന പോസ്റ്റുകൾ കൂട്ടത്തോടെ മെറ്റ നീക്കം ചെയ്ത സംഭവവും ഇവിടെ പറഞ്ഞു വെക്കുന്നു. IT മന്ത്രാലയത്തിന്റെ നിർദ്ദേശപ്രകാരം 2024 മാർച്ച് മുതൽ 2025 ജൂൺ വരെ 1400 പോസ്റ്റുകളാണ് മെറ്റ നീക്കം ചെയ്തത്. ഇത്തരത്തിൽ തെരഞ്ഞെടുപ്പ് ആവേശവും ചൂടും വലിയ രീതിയിലാണ് സൈബർ ഇടങ്ങളിൽ വ്യാപിച്ചിരിക്കുന്നത്. BJP വലിയ രീതിയിൽ സൈബർ സ്ക്രൂട്ടണിംഗ് ചെയ്യുന്നുണ്ടെന്ന വാദമാണ് ഇവിടെ ശക്തമാകുന്നത്.